ഭഗവാന്റെ കഥ എന്ന് പറഞ്ഞാൽ ആത്മശുദ്ധിപ്രദം, മനസ്സിനെ ശുദ്ധമാക്കുന്നതാണ്. ഭക്തിമുക്തിപ്രദം, ആ സ്നേഹം, ആകർഷണം, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഭഗവാന്റെ കഥകൾ നമ്മളെ മനസ്സിനെ കൊണ്ട് ഹഠാത് ആകർഷിക്കുന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ആ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദശമസ്കന്ധം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകരണമാണ് രാസപഞ്ചാധ്യായം, രാസക്രീഡ എന്ന ഭാഗം. ഭഗവാൻ വൃന്ദാവനത്തിൽ മനോഹരമായി അങ്ങനെ വേണുഗാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണുഗാനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഗോപസ്ത്രീകൾ ഓരോരോ കർമ്മം ചെയ്തുകൊണ്ടാണ്. താഹ ഏഹകൃത്യനിരതാഹ തനയപ്രസക്താഹ കാന്തോപസേവനപരാശ്ച സരോരുഭാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമഹി കാന്തതനോ സമേതാഹ താഹ ഗേഹകൃത്യനിരതാഹ. ചില ഗോപസ്ത്രീകൾ ഗേഹം, വീടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചു വാരുക ഒക്കെ ചെയ്യുകയാണ്. തനയപ്രസക്ത, ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുകയാണ്, അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. ചിലർ ഭർത്താവിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപസ്ത്രീകൾ. ഈ സമയത്താണ് ഭഗവാൻ തൻ്റെ മനോഹരമായ ആ വേണുവിനെ ഓടക്കുഴലിനെ ഇങ്ങനെ വിളിച്ചത്. വേണുഗാനം ഇങ്ങനെ ചെയ്യുന്ന സമയത്തോ ഗോപസ്ത്രീകൾക്ക് തോന്നി ഭഗവാൻ തങ്ങളെ വിളിക്കുന്നുണ്ട് എന്നാ ഗോപസ്ത്രീകൾക്ക് തോന്നി. അവരെല്ലാം മാറ്റിവെച്ച് സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ, എല്ലാം മാറ്റിവെച്ച് ആ ഭഗവാൻ ഇരിക്കുന്ന ദിക്കിലേക്കായിട്ട് ഓടികൾ പോവുകയാണ്. നേരത്തെ ബ്രാഹ്മണ സ്ത്രീകളുടെ കഥ പറഞ്ഞല്ലോ, അവരും എങ്ങനെയാ പോയത്? സമുദ്രമിവ നിന്നഗാഹ, സമുദ്രത്തിലേക്ക് എങ്ങനെയാണോ നദി ഒഴുകുന്നത് അതുപോലെയാണ് അവരും പോയത്. അതുപോലെ ഭഗവാനിലേക്ക് ഇങ്ങോട്ട് എല്ലാം വിട്ടെറിഞ്ഞ് നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇവിടെ പറയാണ് വ്യത്യസ്ത വസ്ത്രാഭരണ വസ്ത്രാഭരണങ്ങൾ പോലും പരിഭ്രമം കാരണം മാറിപ്പോയി. കഴുത്തിൽ ധരിക്കേണ്ട മാല പാദസരം പോലെ കാലുമലിട്ട്, കാലിലുണ്ട പാദസരം കഴുത്തിലിട്ട്, എല്ലാം മാറിപ്പോയി. ഒരു സ്ത്രീ ഒരു കണ്ണ് എഴുതിയിട്ട് അന്നേരാണ് ഈ വേണുഗാനം കേട്ടത്. മറ്റേ കണ്ണ് എഴുതാൻ തന്നെ മറന്നുപോയി. എന്നാണെങ്കിലോ എന്താ ഭൂകമ്പം ഉണ്ടായാൽ തന്നെ പോകില്ല കണ്ണാടിന് മുമ്പ് നിൽക്കുന്ന സമയത്ത്. എന്നാ അവിടെ നോക്കും, എല്ലാം മാറ്റി വെച്ച് സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തയെ, എല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ അടുത്തേക്ക് ഓടി ഇങ്ങോട്ട് ചെല്ലുകയാണ്. ഭഗവാൻ അവരെയൊക്കെ സ്വാഗതം ചെയ്തു. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ രാത്രി മുഴുവൻ ചാടി പുറപ്പെട്ടത്? രജന്യേഷ ഘോരരൂപ ഘോരസത്വനിഷേവിത, ഈ രാത്രി സമയത്ത് ദുഷ്ടന്മാരായ ഈ വന്യജീവികളൊക്കെ നടക്കുന്ന സമയമാണ്. അത് മാത്രമല്ല, വന്യജീവികളെക്കാൾ ദുഷ്ടന്മാരുണ്ട് കാട്ടില്, നിശാചരന്മാരുണ്ട്. വന്യജീവികൾ അത്ര കുഴപ്പമൊന്നുമില്ല. എന്നാ കണ്ടില്ലേ, സിംഹത്തിന്റെ കൂടെ അരമണിക്കൂർ നിന്നിട്ടും ഒന്നും ചെയ്യാതെ കണ്ട് സിംഹം പോയത് കണ്ടില്ലേ? എല്ലാ സിംഹവും എപ്പോഴും ചാടി കടിക്കൊന്നുമില്ല. അതിനേക്കാൾ കുഴപ്പമുള്ള മനുഷ്യന്മാര് കാട്ടിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തിനാ രാത്രി ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഭർത്തുശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോഹ്യമായ തൽബന്ധൂനാം ച കല്യാണ്യ പ്രജാനാം ചാനുപോഷണം. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭർത്താവിനെ ആദരിക്കുക. ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ തന്നെ നിവേദ്യം ചെയ്തതിന് പുണ്യം കിട്ടുന്നതാവില്ല. ആ സമ്പ്രദായക്കുള്ള ഭർത്താവാണെങ്കിൽ, ഉപാസനയ്ക്കുള്ള ഒരു ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ പോലും രാവിലെ ദേവാലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുത്താൽ അതെന്താണ്? ഭർത്തുശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോഹ്യമായ തൽബന്ധൂനാം ച കല്യാണ്യ, അവരുടെ ബന്ധുക്കളെയൊക്കെ ശുശ്രൂഷിക്കുക. ഇതൊക്കെയാണ് ഒരു പ്രധാനം. അതുകൊണ്ട് ഈ രാത്രി സമയത്ത് നിങ്ങൾ ഇങ്ങനെ നടന്നു വരേണ്ട കാര്യമില്ലായിരുന്നു. തിരിച്ചു പോയിക്കോളൂ. ശ്രവണാൽ ദർശനാൽ ധ്യാനാൽ, എൻ്റെ കഥകൾ കേൾക്കുക. ദർശനാത്, എൻ്റെ സ്വരൂപത്തെ ദർശിക്കുക. ധ്യാനാത്, എന്നെ ധ്യാനിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മഹത്തായ ആ ശ്രേയസ്സിലേക്ക് എത്താൻ കഴിയും. അതവിടെ വന്നിങ്ങനെ ഇരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഭഗവാൻ പിന്തിരിപ്പിക്കുന്ന ഭാവത്തിൽ പറഞ്ഞു, തിരിച്ചു പോയിക്കോളാനായിട്ട് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഗോപസ്ത്രീകൾ പറഞ്ഞു, ഭഗവാനെ, നിങ്ങൾക്കതൊക്കെ അറിയാം, ധർമ്മം അതാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ധർമാചരണങ്ങളൊക്കെ എവിടേക്ക് എത്തുന്നത് വരെയാണ്? ധർമാചരണങ്ങളൊക്കെ ഭഗവാനിലേക്ക് എത്തുന്നത് വരെയാണ് ധർമാചരണങ്ങളൊക്കെ.
അപ്പൊ നമ്മളൊരു വാഹനത്തിൽ കയറി ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്, പുതിയ സ്റ്റാൻഡിലേക്ക് പോവുക വിചാരിക്കുക. പുതിയ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിൽ ഇറങ്ങണ്ടേ, പിന്നെ വാഹനത്തിൽ ഇരിക്കണ്ടല്ലോ. അതുപോലെ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് വരെയാ ധർമ്മം വേണ്ടത്. പറയപ്പെട്ട ധർമ്മങ്ങളൊക്കെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ, അങ്ങയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ധർമ്മം? ധർമ്മം അവസാനിച്ചു. ധർമ്മത്തിനൊരു പരിധിയുണ്ട്. ഭഗവാൻ അറിയുന്നത് വരെയേ ധർമ്മം വേണ്ടു. പായസം ഉണ്ടാക്കാൻ അറിയണം. പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പായസം ഉണ്ടാക്കാനുള്ള പുസ്തകത്തിന്റെ ആവശ്യമുണ്ടോ? അത് നോക്കുന്ന പുസ്തകമൊന്നും വേണ്ട. അതുപോലെ വേദങ്ങളൊക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് പറഞ്ഞത്. ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞാലോ വേദത്തിനും മുകളിലേക്ക് എത്തി. നമ്മൾ ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണമെന്നില്ല എന്നർത്ഥം. വേദങ്ങൾ വേണ്ട, ധർമ്മം വേണ്ട. സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവസാനിച്ചു. അതുകൊണ്ട് നിങ്ങളോട് പോകാൻ പറയരുതേ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ പോകാൻ പറ്റുമോ? പോകാൻ സാധിക്കില്ല. പാദോപദം നചരതസ്തവ പാദമൂലാത്യാമകഥം പ്രജമഥോ കരവാകുംബ. പോവാൻ കഴിയണ്ടേ? പാദം ചലിച്ചാലല്ലേ പോകാൻ കഴിയുള്ളൂ. അങ്ങയുടെ സ്വരൂപം കണ്ടാൽ പിന്നെ എങ്ങനെയാ പോകാൻ കഴിയുക? പറയുന്നില്ലേ ഒരു കവി, പുഞ്ചിരി കൊഞ്ചലും തന്മയക്കങ്ങളും നെഞ്ചിൽ തറച്ചാൽ മറക്കവയ്യാപണി. ഭഗവാന്റെ ആ പുഞ്ചിരിയും ആ ഒരു നോട്ടവും ഭഗവാന്റെ ആ ഒരു രീതിയും കണ്ടാൽ പിന്നെ മറക്കാൻ സാധിക്കുമോ കൃഷ്ണ? അങ്ങനെ കണ്ടാൽ പിന്നെ എടുക്കാൻ കണ്ണു ചിമ്മാൻ കഴിയുമോ കൃഷ്ണ? എങ്ങനെയാ നിങ്ങൾ പോവുക? പിന്നെ അങ്ങ് പറഞ്ഞു, നിങ്ങൾക്കറിയാം അങ്ങ് ആരാന്നൊക്കെ. കേവലം ഒരു മനുഷ്യനെന്നല്ല അവിടുന്ന്, നിങ്ങൾക്ക് നന്നായിട്ടറിയാം അങ്ങ് ആരാണ്. വ്യക്തം ഭവാൻ വ്രജഭയാർത്തിഹരോഭിജാതോ ദേവോ യഥാതിപുരുഷസുരലോകഗോപ്ത നോ വിദേഹി കരപങ്കജമാർത്തബന്ധോ തപ്തസ്തനേഷു ശിരസ്സു കിങ്കരീണാം. അങ്ങ് ആദിപുരുഷനായിരിക്കുന്ന പരമാത്മതത്വം തന്നെയാണ്. ദേവന്മാര് പറഞ്ഞിട്ടാണ് ഇതാ ഭൂമിയിലേക്ക് അവതരിച്ചത്. അങ്ങ് ഞങ്ങൾ ഒഴിവാക്കി പോവുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ധ്യാനേന യാമപദയോ പദവീം സഖേയതേ. ധ്യാനമാർഗത്തെ അവലംബിച്ച് നിങ്ങൾ അങ്ങയിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഗോപസ്ത്രീ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഗോപസ്ത്രീകളെ ഞാൻ പറഞ്ഞെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ടാണ്. യജന്യേഷ അഘോര രൂപ അഘോര സത്വ നിഷേധിത. യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്ര ഗോപസ്ത്രീകളായി ഭഗവാൻ അങ്ങോട്ട് മാറി. ഓരോരോ ഗോപസ്ത്രീകളുടെ കൂടെയും ഒരു കൃഷ്ണനുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ ഗോപസ്ത്രീകളാണ്. ഗോപം ഒക്കെ പറഞ്ഞ അർത്ഥം ഒളിപ്പിച്ചത് എന്നൊരർത്ഥമുണ്ട്. നമ്മുടെ ഉള്ളില് ഭഗവാൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. നമുക്കത് അറിയുന്നില്ല എന്ന് മാത്രം. ആ തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നെ നമ്മളും കൃഷ്ണനും ഒന്നാണെന്ന് ബോധ്യപ്പെടും. അപ്പം എല്ലാവരും ഗോപന്മാരാണ്. നമ്മുടെ കൂടെ ഒക്കെ ആരുണ്ട്? പരമാത്മാവായിരിക്കുന്ന കൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. അല്ലെ, ഗോപികമാരാണ് എല്ലാവരും. രണ്ട് തരത്തിൽ പറയാം. അങ്ങനെ നൃത്തങ്ങൾ ആരംഭിച്ചു. നൃത്തങ്ങൾ തുടങ്ങിയപ്പോഴേക്കും അവസാനം ഈ ഗോപസ്ത്രീകൾക്ക് ലേശൊരു അഭിമാനം വന്നു. ഞങ്ങളുടെ കീഴിലാണ് ഭഗവാൻ ഒരു ചിന്ത ഉണ്ടാകും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഭഗവാന്റെ കീഴിൽ നമ്മളാണ്, നമ്മുടെ കീഴിൽ ഭഗവാനല്ല. കുറെ ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കെന്തുണ്ടാവും? കുറെ അഭിമാനമൊക്കെ പോയി എന്ന് വരും. അപ്പൊ അവിടെ വേറെ അഭിമാനം ഉയർന്നു വരും. എന്താണ്? ഞാൻ ഭാഗവതം വായിക്കുന്ന ആളാണ്, ഞാൻ നാരായണീയം വായിക്കുന്ന ആളാണ്. എല്ലാ ആൾക്കാരോടും ചോദിക്കും, നിങ്ങൾക്കറിയുമോ നാരായണീയം വായിക്കാൻ? ഇല്ല, അറിയില്ല. നിങ്ങൾക്കറിയോ നാരായണീയം വായിക്കാൻ? ഇല്ല.